വീണ്ടും വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രതിയായ വിഷ്ണു അപകട സമയത്ത് മദ്യപിച്ചിരുന്നതായി പോലീസ്. വിഷ്ണുവിന്റെ കൂടെ ആരുമില്ലായിരുന്നുവെന്നും കണ്ടെത്തൽ. ഐഡികൾ കയ്യിൽ കരുതിയത് ടോളുകൾ മറികടക്കാനാണെന്നും മൊഴി. അശ്വിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അശ്വിൻ പറയൂ. റോഷ്നി, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പാറശാല ഭാഗത്തു നിന്നും ഈ വാഹനം ഓടിച്ചിരുന്നത്, അതായത് വാഹനത്തിന്റെ ഉടമയായ വിഷ്ണുവിനെ അന്വേഷണ സംഘം പിടികൂടുന്നത്. ഇയാളെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് ഈ പുലർച്ചയോടെ ഈ ഒളിവ് താവളം മാറുന്നതിനിടെ വിഷ്ണുവിനെ പിടികൂടുന്നത്. വിഷ്ണു നേരത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങി ഒളിവിൽ പോയ ആളാണ്. ഈ വാഹനം അപകടത്തിൽപ്പെട്ട സമയത്ത് 3 പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. മാത്രമല്ല, 3 പേരും മദ്യലഹരിയിലായിരുന്നു. അപകടമുണ്ടായ സമയത്ത് വിഷ്ണു ഒഴികെ ബാക്കി 2 പേർ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടി എന്നുള്ളതാണ് ആ സമയത്തെ ദൃക്സാക്ഷികൾ പറയുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ നിലവിലിപ്പോൾ പുതിയ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് നിലവിലിപ്പോൾ ഈ മൊഴി പ്രകാരമാണെങ്കിൽ ഈ വാഹനം ഓടിച്ചിരുന്നത് വിഷ്ണു തന്നെയാണ് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഈ അപകട സമയത്ത് വിഷ്ണു നന്നായി മദ്യപിച്ചിരുന്നു എന്നൊരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. ഈ സുഹൃത്തുക്കളുടെ 2 ID കാർഡുകൾ ഈ വിഷ്ണുവിനൊപ്പം ഉണ്ടായിരുന്നു. അതാണ് ഈ നാട്ടുകാർ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ ID കാർഡുകളിൽ ഒരെണ്ണം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും രണ്ടാമത്തേത് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റേതുമാണ്. ഈ ID കാർഡുകൾ കയ്യിൽ കരുതിയത് ടോൾ ഗേറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഈ വിഷ്ണു പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ സംഘത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ആരാണ് വാഹനം ഓടിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതായത് അന്വേഷണ സംഘം പറയുന്നത് വാഹനം ഓടിച്ചത് വിഷ്ണു തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ ആ സമയം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പറയുന്നത് വിഷ്ണു അല്ല, വിഷ്ണു വാഹനത്തിന്റെ പിൻസീറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു 2 പേരാണ് വാഹനത്തിന്റെ മുന്നിലുണ്ടായിരുന്നത്. അതിലൊരാളാണ് വാഹനം ഓടിക്കുകയും ചെയ്തത്. അവർ അപകടമുണ്ടാക്കിയ ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെ അടക്കം മൊഴി ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് ഈ വിഷ്ണുവിന്റെ മെഡിക്കൽ പരിശോധന അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടി തന്നെ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകിയായിരിക്കും ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെയോടുകൂടിയാണ് പാറശാല ഭാഗത്ത് നിന്ന് സംസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ വിഷ്ണുവിനെ പിടികൂടിയിട്ടുള്ളതും. ഇപ്പോഴും അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വിഷ്ണു തന്നെയാണോ ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളതാണ്. കാരണം വിഷ്ണു ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ്. ആ സമയം വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നു എന്നാണ് ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബവും അതുപോലെ തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും തറപ്പിച്ചു പറയുന്നത്. ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള അട്ടിമറികൾ ഉണ്ടായ ഒരു കേസാണ് ഇത് എന്നുള്ളതാണ്. 3 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ സസ്പെൻഷനിലുള്ളത്. അതിന് പിന്നാലെ വിശദാംശങ്ങൾ നൽകിയത്.